ഭഗവാന് ഭക്തജന സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുക. ഭഗവാനെ ഇനി കുറച്ചു നേരത്തേക്ക് തപസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി, തപസ്സിന്ന് ഭഗവാൻ മാറില്ല എങ്കിലും ഭക്തർ വന്നിട്ടുണ്ട് എന്ന് ഭഗവാനെ അറിയിക്കണം. അത് അറിയിച്ചതിന് ശേഷം അവിടെ ഒരു പാട്ട് വെക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് വൈകുന്നേരങ്ങളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സുപ്രഭാതം വെക്കാൻ പറ്റില്ല. പിറ്റേ എല്ലാ ദിവസവും രാവിലെ അവിടെ വെക്കുന്നത് അയ്യപ്പ സുപ്രഭാതമാണ് ദാസേട്ടൻ പാടിയത്. പക്ഷേ ഈ നട തുറക്കുന്നുണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സ്, അതായത് യോഗഭാവത്തിലുള്ള ഭഗവാനെ ഉണർത്തി നട തുറക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ നട തുറക്കുമ്പോൾ ജയവിജയന്മാരിലെ അദ്ദേഹം പാടിയ ശ്രീകോവിൽ നട തുറന്നു എന്ന് പറയുന്ന ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യും. അതിനെ ആ ഒരു തിയററ്റിക്കലായിട്ട് കാണാതെ അത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു എനർജി ഉണ്ട്. ഈവൻ അവിടെ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ പമ്പയിലും നിലയ്ക്കലൊക്കെ വണ്ടി നിർത്തുന്ന ആൾക്കാർ, നമ്മളിവിടെ പാട്ട് സന്നിധാനത്ത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കേൾക്കും, പമ്പയ്ക്ക് കേൾക്കും. അപ്പം അവിടെ നമുക്ക് അറിയാൻ പറ്റും ഭഗവാന് നട തുറന്നു എന്നുള്ളത്. അത് അറിയുമ്പോഴുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് കേൾക്കുമ്പോഴുടെ അനുഭൂതിയെ കുറിച്ച് കുറെ ആൾക്കാർ പറയുന്നു. അല്ലാണ്ട് ഉണർത്ത് പാട്ടുന്നൊരു കൺസെപ്റ്റ് ഒന്നും ശബരിമലയിൽ ഇല്ല. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് യോഗഭാവം